ഹലോ, ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് 1 kg ചോക്ലേറ്റ് ഫ്ലേവറിലായിരുന്നു കേട്ടോ. ടോളായിട്ടാണ് കസ്റ്റമർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റിൽ റെഡ് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണേ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഹാമ്പേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഡ്രസ്സും കുറച്ച് ചോക്ലേറ്റ്സും ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നെറ്റാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഈ നെറ്റ് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് വന്നിട്ട് 5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. 5 ഇഞ്ചിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു കേക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൽ കുറച്ച് സ്പൈഡർമാനും ഫോക്സ് ബോൾസും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ റെഡ് ബോൾസ് വെച്ചെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടെ ബ്ലൂ ആയിരിക്കും ഒന്നുകൂടി കറക്റ്റായിട്ടുണ്ടാവുക. റെഡ് ആകുമ്പോൾ മൊത്തത്തിലൊന്ന് റെഡിഷായി തോന്നുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇങ്ങനെ ബ്ലൂ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഇത് വന്നിട്ട് 1 kg തന്നെ റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ. ഇതൊരു 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നേരത്തെ കാണിച്ച് ഹാമ്പറിൻ്റെ കൂടെ കൊടുക്കാനുണ്ടായിരുന്ന കേക്കാണ്. ഒരു ഫാദർ അവളുടെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ ഇത്. ഈ ഒരു കേക്ക് ഡിസൈൻ ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്ന ഒരു ഫേവറേറ്റ് ഡിസൈനായിരുന്നു കേട്ടോ. ഇത് നോർമലി ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ഡിസൈനാണ്. ഇത് ഐസിങ് നൈഫ് വെച്ചിട്ട് ഞാൻ മുകളിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ 100 in 1 എന്ന് പറയുന്ന ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് മുകളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചുറ്റിലും ക്രംസ് വരുന്ന ഒരു ഡിസൈനാണ് ചെയ്യാനുണ്ടായിരുന്നത്. കുറച്ച് ചോക്ലേറ്റ്സും വെച്ചിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ഞാൻ ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതിൻ്റെ ചുറ്റിലും നമ്മൾ എക്സസ് ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ക്ലീൻ കൂടി ചെയ്താൽ ഇതിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിൽ ചെയ്യാനുണ്ടായിരുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. വൈറ്റ് ചോക്ലേറ്റിൽ റെഡ് കളർ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടതാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കേക്ക്സും ഹാമ്പേഴ്സും വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.